നമസ്കാരം പ്രിയ കൂട്ടുകാരെ, അൾട്ടിമേറ്റ് വിന്നറിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. PSC പരീക്ഷകൾ ഏതു തന്നെ ആവട്ടെ, അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ് ഉപദ്വീപീയ നദികൾ. നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ചർച്ച ചെയ്യുന്നത് ഉപദ്വീപീയ നദികളെക്കുറിച്ചാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകളായി രേഖപ്പെടുത്തുക, നിങ്ങളുടെ കൂട്ടുകാർക്കായി ഷെയർ ചെയ്യുക, പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടെ ഒന്ന് പരിഗണിക്കുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. പ്രധാന ഉപദ്വീപീയ നദികളാണ് ഗോദാവരി, കൃഷ്ണ, മഹാനദി, നർമ്മദ, കാവേരി. അപ്പോൾ പ്രധാന ഉപദ്വീപീയ നദികളാണ് ഗോദാവരി, കൃഷ്ണ, മഹാനദി, നർമ്മദ, കാവേരി എന്നിവ. ഉപദ്വീപീയ നദികളുടെ സവിശേഷതകൾ എന്താണെന്ന് നോക്കാം. വിസ്തൃതി കുറഞ്ഞ വൃഷ്ടിപ്രദേശം, കൂടുതൽ ജലസേചന ശേഷി, അപരദന തീവ്രത കുറവ്, ഉൾനാടൻ ജലഗതാഗതത്തിന് സാധ്യത കുറവാണ്, കാഠിന്യമേറിയ ശിലകളിലൂടെ ഒഴുകുന്നതിനാൽ അഗാധ താഴ്വരകൾ സൃഷ്ടിക്കപ്പെടുന്നില്ല. ഉപദ്വീപീയ നദിയിലെ ഏറ്റവും വലിയ നദിയായ നർമ്മദയെക്കുറിച്ച് നമുക്കൊന്ന് നോക്കാം. നർമ്മദ നദിയുടെ ഉത്ഭവസ്ഥാനം മധ്യപ്രദേശിലെ അമർകണ്ടക് പീഠഭൂമിയിലെ മൈക്കല പർവ്വതനിരകളിൽ നിന്നാണ്. അപ്പോൾ നർമ്മദ നദിയുടെ ഉത്ഭവസ്ഥാനം എവിടെയാണ്? അമർകണ്ടക് പീഠഭൂമിയിലെ മൈക്കല പർവ്വതനിരകൾ. അമർകണ്ടക് പീഠഭൂമിയിലെ മൈക്കല പർവ്വതനിരകളിൽ നിന്നാണ് നർമ്മദ നദി ഉത്ഭവിക്കുന്നത്. ഇതെവിടെയാണ്? മധ്യപ്രദേശിലെ അമർകണ്ടക് പീഠഭൂമിയിലെ മൈക്കല പർവ്വതനിരകളിൽ നിന്നാണ് നർമ്മദ നദി ഉത്ഭവിക്കുന്നത്. പടിഞ്ഞാറോട്ടൊഴുകുന്ന ഏറ്റവും വലിയ ഉപദ്വീപീയ നദിയാണ് നർമ്മദ. അപ്പോൾ പടിഞ്ഞാറോട്ടൊഴുകുന്ന ഏറ്റവും വലിയ ഉപദ്വീപീയ നദി ഏതാണ്? അതെ, നർമ്മദ നദിയാണ് പടിഞ്ഞാറോട്ടൊഴുകുന്ന ഏറ്റവും വലിയ ഉപദ്വീപീയ നദി. ഫ്രംശ താഴ്വരയിലൂടെ ഒഴുകുന്ന പ്രധാന നദിയാണ് നർമ്മദ. അപ്പം ഫ്രംശ താഴ്വരയിലൂടെ ഒഴുകുന്ന ഏറ്റവും പ്രധാന നദിയാണ് നർമ്മദ. പ്രാചീന കാലത്ത് അറിയപ്പെട്ടിരുന്ന പേരാണ് രേവ. ഇതെല്ലാം PSC മുൻവർഷങ്ങളിൽ പല തവണ ആവർത്തിച്ച് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഇതെല്ലാം പലതവണ കേട്ട് പഠിക്കുക. അപ്പോൾ ഫ്രംശ താഴ്വരകളിലൂടെ ഒഴുകുന്ന പ്രധാന നദിയാണ് നർമ്മദ. പ്രാചീന കാലത്ത് നർമ്മദ അറിയപ്പെട്ടിരുന്നത് രേവ എന്ന പേരിലായിരുന്നു. എന്തായിരുന്നു? രേവ എന്ന പേരിലായിരുന്നു പ്രാചീന കാലത്ത് നർമ്മദ അറിയപ്പെട്ടിരുന്നത്. വിന്ധ്യ സത്പുര പർവ്വതനിരകൾക്കിടയിലൂടെ ഒഴുകുന്ന ഉപദ്വീപീയ നദി ഏതാണ്? നർമ്മദ നദി എതിലെയാണ് ഒഴുകുന്നത്? വിന്ധ്യ സത്പുര പർവ്വതനിരകൾക്കിടയിലൂടെ ഒഴുകുന്ന പ്രധാന നദിയാണ് നർമ്മദ. അപ്പോൾ വിന്ധ്യ സത്പുര പർവ്വതനിരകൾക്കിടയിലൂടെ ഒഴുകുന്ന ഉപദ്വീപീയ നദിയാണ് നർമ്മദ. അപ്പോൾ വിന്ധ്യ സത്പുര നിരകൾക്കിടയിലൂടെ ഒഴുകുന്ന നദി ഏതാണെന്നാണ് പറഞ്ഞത്? നർമ്മദ നദി. ഇന്ത്യയെ തെക്കേ ഇന്ത്യയെന്നും വടക്കേ ഇന്ത്യയെന്നും രണ്ടായി വിഭജിക്കുന്ന നദിയാണ് നർമ്മദ. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിന്റാണിത്. ഇന്ത്യയെ തെക്കേ ഇന്ത്യയെന്നും വടക്കേ ഇന്ത്യയെന്നും രണ്ടായി വിഭജിക്കുന്ന നദി ഏതാണ്? നർമ്മദ. ഇന്ത്യയെ തെക്കേ ഇന്ത്യയെന്നും വടക്കേ ഇന്ത്യയെന്നും നർമ്മദ രണ്ടായി വിഭജിക്കുന്നു. നർമ്മദ എന്ന വാക്കിൻ്റെ അർത്ഥം സന്തോഷം നൽകുന്നത്. നർമ്മദ എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ്? സന്തോഷം നൽകുന്നത് എന്നാണ് നർമ്മദ എന്ന വാക്കിൻ്റെ അർത്ഥം. ഡെക്കാൻ പീഠഭൂമിയെയും മാൾവ പീഠഭൂമിയെയും വേർതിരിക്കുന്ന നദി നർമ്മദ. അപ്പോൾ ഡെക്കാൻ പീഠഭൂമിയെയും മാൾവ പീഠഭൂമിയെയും വേർതിരിക്കുന്ന നദി നർമ്മദ. ഇന്ത്യയെ തെക്കേ ഇന്ത്യയെന്നും വടക്കേ ഇന്ത്യയെന്നും വിഭജിക്കുന്ന നദി ഏതാണ്? അതും നർമ്മദ നദിയാണ്. ഇന്ത്യയെ തെക്കേ ഇന്ത്യയെന്നും വടക്കേ ഇന്ത്യയെന്നും രണ്ടായി വിഭജിക്കുന്നു. ഡെക്കാൻ പീഠഭൂമിയെയും മാൾവ പീഠഭൂമിയെയും തമ്മിൽ വേർതിരിക്കുന്നു. മധ്യപ്രദേശിൻ്റെ ജീവരേഖയെന്നും അറിയപ്പെടുന്ന നദിയാണ് നർമ്മദ. അപ്പോൾ മധ്യപ്രദേശിൻ്റെ ജീവരേഖയെന്ന് അറിയപ്പെടുന്ന നദി ഏതാണ്? അതെ, നർമ്മദ നദിയാണ് മധ്യപ്രദേശിൻ്റെ ജീവരേഖയെന്ന് അറിയപ്പെടുന്ന നദി. നർമ്മദയുടെ നീളം 1312 കിലോമീറ്റർ. ഇമ്പോർട്ടൻ്റ് ക്വസ്റ്റ്യൻ, പലതവണ ചോദിച്ചിട്ടുണ്ട്. നർമ്മദയുടെ നീളം എത്രയാണ്? 1312 കിലോമീറ്റർ. പൂർണ്ണമായും ഇന്ത്യയിലൂടെ ഒഴുകുന്ന നദികളിൽ നർമ്മദയുടെ സ്ഥാനം 3-ാം സ്ഥാനമാണ്. അപ്പോൾ പൂർണ്ണമായും ഇന്ത്യയിലൂടെ ഒഴുകുന്ന നദികളിൽ നർമ്മദയുടെ സ്ഥാനം 3-ാം സ്ഥാനമാണ്. നർമ്മദ ഒഴുകുന്ന പ്രധാനപ്പെട്ട സംസ്ഥാനങ്ങളാണ്
മഹാരാഷ്ട്ര, മധ്യപ്രദേശ്, ഗുജറാത്ത്. അപ്പം നർമ്മദ ഒഴുകുന്ന സംസ്ഥാനങ്ങൾ ഏതൊക്കെയാണ്? മഹാരാഷ്ട്ര, മധ്യപ്രദേശ്, ഗുജറാത്ത്. മഹാരാഷ്ട്ര, മധ്യപ്രദേശ്, ഗുജറാത്ത്. പലതവണ ആവർത്തിച്ച് പഠിക്കുക. സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യനുകളിൽ വരാൻ സാധ്യതയുള്ള ഒരു പോയിന്റാണ്. നർമ്മദ ഒഴുകുന്ന പ്രധാനപ്പെട്ട സംസ്ഥാനങ്ങൾ മഹാരാഷ്ട്ര, മധ്യപ്രദേശ്, ഗുജറാത്ത്. നർമ്മദയുടെ പ്രധാന പോഷക നദികൾ താവ, ബഞ്ചാർ, ബർണ, ഷേർ, ഹിരൺ. അപ്പോൾ നർമ്മദയുടെ പ്രധാന പോഷക നദികളാണ് താവ, ബഞ്ചാർ, ബർണ, ഷേർ, ഹിരൺ. പലതവണ ആവർത്തിച്ച് പഠിക്കുക. ഇതെല്ലാം PSC മുൻകാലങ്ങളിൽ ചോദിച്ചിട്ടുണ്ട്. നർമ്മദയുടെ പ്രധാന പോഷക നദികൾ ഏതൊക്കെയാണ്? താവ, ബഞ്ചാർ, ബർണ, ഷേർ, ഹിരൺ. നർമ്മദ നദിയുടെ ഏറ്റവും നീളം കൂടിയ പോഷക നദി ഏതാണ്? താവ. താവയാണ് നർമ്മദയുടെ ഏറ്റവും നീളം കൂടിയ പോഷക നദി. അപ്പോൾ ഏതാണ്? താവ. താവ. താവയാണ് നർമ്മദ നദിയുടെ ഏറ്റവും നീളം കൂടിയ പോഷക നദി. നർമ്മദ നദിയുടെ തീരത്തെ പ്രധാന പട്ടണങ്ങളാണ് ഹോഷങ്കാബാദ്, ജബൽപൂർ, ഓംകാരേശ്വർ, മാൻ. നദികളുടെ തീരത്തുള്ള പട്ടണങ്ങൾ PSCക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു വിഷയമാണ്. പല തവണ ആവർത്തിച്ച് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിലെ പോയിന്റുകളൊന്നും വിടാതെ പഠിക്കുക. അപ്പോൾ നർമ്മദയുടെ തീരത്തുള്ള പട്ടണങ്ങൾ ഏതൊക്കെയാണ്? ഹോഷങ്കാബാദ്, ജബൽപൂർ, ഓംകാരേശ്വർ, മാന്. ഹോഷങ്കാബാദ്, ജബൽപൂർ, ഓംകാരേശ്വർ, മാൻ. ഏറ്റവും കൂടുതൽ അണക്കെട്ടുകൾ നിർമ്മിക്കപ്പെട്ടിട്ടുള്ള നദിയാണ് നർമ്മദ. ഏറ്റവും കൂടുതൽ അണക്കെട്ടുകൾ നിർമ്മിക്കപ്പെട്ടിട്ടുള്ള നദി ഏതാണ്? നർമ്മദ നദി. നർമ്മദ നദിയാണ് ഏറ്റവും കൂടുതൽ അണക്കെട്ടുകൾ നിർമ്മിക്കപ്പെട്ടിട്ടുള്ള നദി. നർമ്മദ നദിയിൽ സ്ഥിതി ചെയ്യുന്ന പ്രധാന അണക്കെട്ടാണ് സർദാർ സരോവർ അണക്കെട്ട്, ഗുജറാത്ത്. അപ്പോൾ നർമ്മദ നദിയിൽ സ്ഥിതി ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട അണക്കെട്ട് ഏതാണ്? സർദാർ സരോവർ അണക്കെട്ട്. സർദാർ സരോവർ അണക്കെട്ട് പലതവണ പറഞ്ഞ് പഠിക്കുക. നർമ്മദ നദിയിൽ സ്ഥിതി ചെയ്യുന്ന പ്രധാന അണക്കെട്ടാണ് സർദാർ സരോവർ അണക്കെട്ട്. നർമ്മദ നദിയിലെ പ്രധാന ജലവൈദ്യുത പദ്ധതികളാണ് സർദാർ സരോവർ, ഇന്ദിരാസാഗർ, ഓംകാരേശ്വർ. അപ്പോൾ നർമ്മദ നദിയിലെ പ്രധാന ജലവൈദ്യുത പദ്ധതികൾ ഏതൊക്കെയാണ്? സർദാർ സരോവർ, ഇന്ദിരാസാഗർ, ഓംകാരേശ്വർ. പലതവണ പറഞ്ഞു പഠിക്കുക. ഇതെല്ലാം PSC മുൻകാലങ്ങളിൽ പലതവണ ചോദിച്ചിട്ടുണ്ട്. നർമ്മദ നദീജല തർക്ക പരിഹാര ട്രൈബ്യൂണൽ സ്ഥാപിതമായത് 1969 ഒക്ടോബർ 6. നർമ്മദ നദീജല തർക്ക പരിഹാര ട്രൈബ്യൂണൽ സ്ഥാപിതമായതെന്നാണ് 1969 ഒക്ടോബർ 6. നർമ്മദ നദീജല തർക്ക പരിഹാര ട്രൈബ്യൂണലിൻ്റെ ആദ്യ ചെയർമാൻ ആരായിരുന്നു? ജസ്റ്റിസ് V രാമസ്വാമി. പലതവണ PSC മുൻപ് ചോദിച്ചിട്ടുണ്ട്. നർമ്മദ നദീജല തർക്ക പരിഹാര ട്രൈബ്യൂണലിൻ്റെ ആദ്യത്തെ ചെയർമാൻ ജസ്റ്റിസ് V രാമസ്വാമി. ജസ്റ്റിസ് V രാമസ്വാമി. ജസ്റ്റിസ് V രാമസ്വാമി ആയിരുന്നു നർമ്മദ നദീജല തർക്ക പരിഹാര ട്രൈബ്യൂണലിൻ്റെ ആദ്യത്തെ ചെയർമാൻ. നർമ്മദ നദീജല തർക്ക പരിഹാര ട്രൈബ്യൂണലിൻ്റെ ആദ്യത്തെ ചെയർമാൻ ജസ്റ്റിസ് V രാമസ്വാമി. ഗുജറാത്തിലെ സർദാർ സരോവർ അണക്കെട്ടിനെതിരെ പ്രക്ഷോഭം സംഘടിപ്പിച്ച പരിസ്ഥിതി സംഘടനയാണ് നർമ്മദ ബച്ചാവോ ആന്തോളൻ. അപ്പോൾ ഗുജറാത്തിലെ സർദാർ സരോവർ അണക്കെട്ടിനെതിരെ പ്രക്ഷോഭം സംഘടിപ്പിച്ച പരിസ്ഥിതി സംഘടനയാണ് നർമ്മദ ബച്ചാവോ ആന്തോളൻ. നർമ്മദ ബച്ചാവോ ആന്തോളൻ. ഈ നർമ്മദ ബച്ചാവോ ആന്തോളൻ സംഘടനയുടെ നേതാവ് ആരാണ്? മേധ പട്കർ. ആരാണ്? മേധ പട്കർ. മേധ പട്കർ ആണ് നർമ്മദ ബച്ചാവോ ആന്തോളൻ സംഘടനയുടെ നേതാവ്. ഈ മേധ പട്കർ രൂപീകരിച്ച പാർട്ടിയാണ് പീപ്പിൾ പൊളിറ്റിക്കൽ ഫ്രണ്ട്. മേധ പട്കർ രൂപീകരിച്ച പാർട്ടി ഏതാണ്? പീപ്പിൾ പൊളിറ്റിക്കൽ ഫ്രണ്ട്. കൻഹ ദേശീയോദ്യാനം സ്ഥിതി ചെയ്യുന്ന നദീതീരമാണ് നർമ്മദ. ഏതാണ്? കൻഹ ദേശീയോദ്യാനം സ്ഥിതി ചെയ്യുന്ന നദീതീരം നർമ്മദ. നർമ്മദയാണ് കൻഹ ദേശീയോദ്യാനം സ്ഥിതി ചെയ്യുന്ന നദീതീരം. റുഡ്യാർഡ് ക്ലിപ്പിങ്ങിൻ്റെ ദി ജംഗിൾ ബുക്കിൽ പരാമർശിക്കുന്ന ദേശീയോദ്യാനമാണ് കൻഹ ദേശീയോദ്യാനം. പലതവണ PSC ചോദിച്ചിട്ടുണ്ട്. റുഡ്യാർഡ് ക്ലിപ്പിങ്ങിൻ്റെ ദി ജംഗിൾ ബുക്കിൽ പരാമർശിക്കുന്ന ദേശീയോദ്യാനം കൻഹ ദേശീയോദ്യാനം. കൻഹ നാഷണൽ പാർക്ക്. കൻഹ നാഷണൽ പാർക്ക്. ഈ കൻഹ നാഷണൽ പാർക്ക് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്?
നർമ്മദാ നദിയുടെ തീരത്താണ്. ദിനോസറുകളുടെ ഫോസിൽ കണ്ടെത്തിയ നദീതീരമാണ് നർമ്മദ. അപ്പോൾ ദിനോസറുകളുടെ ഫോസിൽ കണ്ടെത്തിയ നദീതീരം ഏതാണ്? നർമ്മദ. ദിനോസറുകളുടെ ഫോസിൽ കണ്ടെത്തിയ നദീതീരമാണ് നർമ്മദ. നർമ്മദ അറബിക്കടലിൽ പതിക്കുന്ന പ്രദേശമാണ് ഗൾഫ് ഓഫ് കമ്പത്ത്. അപ്പം നർമ്മദാ നദി അറബിക്കടലിൽ പതിക്കുന്ന പ്രദേശം ഏതാണ്? ഗൾഫ് ഓഫ് കമ്പത്ത് എന്ന സ്ഥലത്ത് വെച്ചാണ് നർമ്മദാ നദി അറബിക്കടലിൽ പതിക്കുന്നത്. അടുത്തത് താപ്തി നദിയുടെ ഉത്ഭവം മുൾത്തായ് പീഠഭൂമി, മധ്യപ്രദേശ്. താപ്തി നദിയും ഉത്ഭവിക്കുന്നത് എവിടെ നിന്നാണ്? മുൾത്തായ് പീഠഭൂമി, മധ്യപ്രദേശിലുള്ള മുൾത്തായ് പീഠഭൂമിയിലാണ് താപ്തി നദിയുടെ ഉത്ഭവം. പടിഞ്ഞാറോട്ടൊഴുകുന്ന നദികളിൽ ഏറ്റവും നീളം കൂടിയ രണ്ടാമത്തെ ഉപദ്വീപീയ നദിയാണ് താപ്തി. അപ്പോൾ പടിഞ്ഞാറോട്ടൊഴുകുന്നതിൽ ഏറ്റവും നീളം കൂടിയ രണ്ടാമത്തെ ഉപദ്വീപീയ നദിയാണ് താപ്തി നദി. അപ്പോൾ താപ്തി നദിയുടെ ഉത്ഭവം എവിടുന്നാന്നാ പറഞ്ഞേ? മുൾത്തായ് പീഠഭൂമി, മധ്യപ്രദേശ്. പടിഞ്ഞാറോട്ടൊഴുകുന്ന നദികളിൽ ഏറ്റവും നീളം കൂടിയ രണ്ടാമത്തെ ഉപദ്വീപീയ നദിയാണ് താപ്തി നദി. ഫ്രംശ് താഴ്വരകളിലൂടെ ഒഴുകുന്ന ഇന്ത്യയിലെ രണ്ടാമത്തെ വലിയ നദിയാണ് താപ്തി. അപ്പം ഫ്രംശ് താഴ്വരകളിലൂടെ ഒഴുകുന്ന ഇന്ത്യയിലെ രണ്ടാമത്തെ വലിയ നദിയാണ് താപ്തി നദി. താപ്തി നദിയുടെ നീളം 724 കിലോമീറ്റർ. താപ്തി നദിയുടെ നീളം എത്രയാണ്? 724 കിലോമീറ്റർ. താപ്തി നദിയുടെ തീരത്തുള്ള പ്രധാന പട്ടണമാണ് ഗുജറാത്തിലെ സൂററ്റ്. താപ്തി നദിയുടെ തീരത്തുള്ള പ്രധാന പട്ടണം ഏതാണ്? ഗുജറാത്തിലെ സൂറത്ത്. താപ്തി നദി അറിയപ്പെട്ടിരുന്ന പേര് താപി എന്നായിരുന്നു. പുരാതന കാലത്ത് താപ്തി നദി അറിയപ്പെട്ടിരുന്ന എന്ത് പേരിലായിരുന്നു? താപി എന്ന പേരിലായിരുന്നു പുരാതന കാലത്ത് താപ്തി നദി അറിയപ്പെട്ടിരുന്നത്. നർമ്മദയുടെ ഇരട്ട എന്ന പേരിൽ അറിയപ്പെടുന്ന നദിയാണ് താപ്തി. വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ്. എന്താണ്? നർമ്മദയുടെ ഇരട്ട എന്ന പേരിൽ അറിയപ്പെടുന്ന നദിയാണ് താപ്തി. നർമ്മദയുടെ ഇരട്ട എന്ന പേരിൽ അറിയപ്പെടുന്ന നദി ഏതാണ്? താപ്തി നദിയുടെ പോഷക നദികളാണ് പൂർണ, അനർ, ഗിർന, ബേത്തൽ, പത്കി, സുകി, പഞ്ച്ഹാരം. പൂർണ, അനർ, ഗിർന, ബേത്തൽ, പത്കി, സുകി, പഞ്ച്ഹാരം. അപ്പോൾ താപ്തി നദിയുടെ പ്രധാന പോഷക നദികൾ ഏതൊക്കെയാണ്? പൂർണ, അനർ, ഗിർന, ബേത്തൽ, പത്കി, സുകി, പഞ്ച്ഹാരം. നർമ്മദാ നദിക്കും ഗോദാവരി നദിക്കും ഇടയിലൂടെ ഒഴുകുന്ന നദിയാണ് താപ്തി. അപ്പോൾ നർമ്മദാ നദിക്കും ഗോദാവരി നദിക്കും ഇടയിലൂടെ ഒഴുകുന്ന നദി ഏതാണ്? താപ്തി നദിയാണ് നർമ്മദാ നദിക്കും ഗോദാവരി നദിക്കും ഇടയിലൂടെ ഒഴുകുന്ന പ്രധാന നദി. താപ്തി നദിയിൽ സ്ഥിതി ചെയ്യുന്ന പ്രധാന ജലവൈദ്യുത പദ്ധതികളാണ് ഉക്കായി, കാക്രപ്പാറ. താപ്തി നദിയിൽ സ്ഥിതി ചെയ്യുന്ന പ്രധാന ജലവൈദ്യുത പദ്ധതികൾ ഏതൊക്കെയാണ്? ഉക്കായിയും കാക്രപ്പാറയും. ഉക്കായി അണക്കെട്ട് സ്ഥിതി ചെയ്യുന്ന നദിയാണ് താപ്തി നദി. ഉക്കായി അണക്കെട്ട് സ്ഥിതി ചെയ്യുന്ന നദി ഏതാണ്? താപ്തി നദിയാണ് ഉക്കായി അണക്കെട്ട് സ്ഥിതി ചെയ്യുന്ന നദി. താപ്തി നദി പതിക്കുന്നത് അറബിക്കടലിലാണ്. അപ്പോൾ പടിഞ്ഞാറോട്ടൊഴുകുന്ന നദിയാണ്. അതുകൊണ്ട് താപ്തി നദി പതിക്കുന്നത് എവിടെയാണ്? അറബിക്കടലിലാണ് താപ്തി നദി പതിക്കുന്നത്. അടുത്തത് മഹാനദിയുടെ ഉത്ഭവം സിവാഹ മലനിരകൾ, ഛത്തീസ്ഗഡിലുള്ള സിവാഹ മലനിരകളിൽ നിന്നും ഉത്ഭവിക്കുന്ന നദിയാണ് മഹാനദി. അപ്പം മഹാനദി ഉത്ഭവിക്കുന്നത് എവിടെ നിന്നാണ്? ഛത്തീസ്ഗഡിലെ സിവാഹ മലനിരകൾ പലതവണ പറഞ്ഞു പഠിക്കുക. ഛത്തീസ്ഗഡിലെ സിവാഹ മലനിരകളിൽ നിന്നും ഉത്ഭവിക്കുന്ന നദിയാണ് മഹാനദിയുടെ നീളം 857 കിലോമീറ്റർ. മഹാനദിയുടെ നീളം എത്രയാണ്? 857 കിലോമീറ്റർ. ഒഡീഷയുടെ ദുഃഖം എന്നറിയപ്പെടുന്ന നദിയാണ് മഹാനദി. അപ്പോൾ ഒഡീഷയുടെ ദുഃഖം എന്നറിയപ്പെടുന്ന നദി ഏതാണ്? മഹാനദിയാണ് ഒഡീഷയുടെ ദുഃഖം എന്ന് അറിയപ്പെടുന്നത്. മഹാനദിയുടെ പ്രധാന പോഷക നദികളാണ് ടെല്ല്, ഇബ്, ഷിയോനാഥ്. അപ്പോൾ മഹാനദിയുടെ പ്രധാന പോഷക നദികൾ ഏതൊക്കെയാണ്? ഇബ്, ടെല്ല്, ഷിയോനാഥാണ്
മഹാനദിയുടെ പ്രധാന പോഷക നദികൾ. മഹാനദി ഒഴുകുന്ന പ്രധാന സംസ്ഥാനങ്ങളാണ് ഛത്തീസ്ഗഡ്, ഒഡീഷ, മധ്യപ്രദേശ്. അപ്പോൾ 3 സംസ്ഥാനങ്ങളിലൂടെ മഹാനദി ഒഴുകുന്നുണ്ട്. ഛത്തീസ്ഗഡ്, ഒഡീഷ, മധ്യപ്രദേശ്. മഹാനദി ഒഴുകുന്ന പ്രധാന സംസ്ഥാനങ്ങളാണ് ഛത്തീസ്ഗഡ്, ഒഡീഷ, മധ്യപ്രദേശ്. സ്വകാര്യവൽക്കരിക്കപ്പെട്ട ഇന്ത്യയിലെ ആദ്യത്തെ നദിയായ ഷിയോനാഥ് ഈ മഹാനദിയുടെ പോഷക നദിയാണ്. അപ്പോൾ സ്വകാര്യവൽക്കരിക്കപ്പെട്ട ഇന്ത്യയിലെ ആദ്യത്തെ നദി ഏതാണ്? ഷിയോനാഥ്. ഈ ഷിയോനാഥ് ഏതിൻ്റെ പോഷക നദിയാണ്? മഹാനദിയുടെ പോഷക നദിയാണ്. മാത്രമല്ല മഹാനദിയുടെ ഏറ്റവും വലിയ പോഷക നദിയും കൂടെയാണ് ഷിയോനാഥ്. അപ്പോൾ സ്വകാര്യവൽക്കരിക്കപ്പെട്ട ഇന്ത്യയിലെ ആദ്യത്തെ നദിയാണ് ഷിയോനാഥ്. മഹാനദിയുടെ ഏറ്റവും വലിയ പോഷക നദിയും കൂടെയാണ് ഈ ഷിയോനാഥ്. മഹാനദിയുടെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന പട്ടണങ്ങളാണ് സാമ്പൽപൂർ, കട്ടക്ക്. മുൻ വർഷങ്ങളിൽ ചോദിച്ചിട്ടുണ്ട്. മഹാനദിയുടെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന പട്ടണങ്ങളാണ് സാമ്പൽപൂർ, കട്ടക്ക്. മഹാനദിക്ക് കുറുകെ നിർമ്മിച്ചിരിക്കുന്ന പ്രധാന അണക്കെട്ടാണ് ഹിരാക്കുഡ് അണക്കെട്ട്. അപ്പോൾ ഹിരാക്കുഡ് അണക്കെട്ട് ഏത് നദിയിലാണ്? മഹാനദിയിൽ. മഹാനദിക്ക് കുറുകെ നിർമ്മിച്ചിരിക്കുന്ന പ്രധാന അണക്കെട്ടാണ് ഹിരാക്കുഡ്. ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ അണക്കെട്ടാണ് ഹിരാക്കുഡ്. അപ്പോൾ ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ അണക്കെട്ട് ഏതാണ്? ഹിരാക്കുഡ്. ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ അണക്കെട്ടായ ഹിരാക്കുഡ് നിർമ്മിച്ചിരിക്കുന്ന ഏത് നദിയിലാണ്? മഹാനദിയിൽ. അപ്പം മഹാനദിയിൽ നിർമ്മിച്ചിരിക്കുന്ന പ്രധാന അണക്കെട്ടാണ് ഹിരാക്കുഡ്. ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ അണക്കെട്ടാണ് ഹിരാക്കുഡ് അണക്കെട്ട്. പാരാദ്വീപ് തുറമുഖം സ്ഥിതി ചെയ്യുന്നത് മഹാനദിയുടെ തീരത്താണ്. അപ്പോൾ പാരാദ്വീപ് തുറമുഖം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? മഹാനദിയുടെ തീരത്താണ് പാരാദ്വീപ് തുറമുഖം സ്ഥിതി ചെയ്യുന്നത്. മഹാനദിയുടെ പതനം ബംഗാൾ ഉൾക്കടലിൽ ആയതിനാൽ ഈ മഹാനദി കിഴക്കോട്ടൊഴുകുന്ന ഒരു നദിയാണ്. ഓക്കെ, മഹാനദിയുടെ പതനം എവിടെയാണെന്നാണ് പറഞ്ഞത്? ബംഗാൾ ഉൾക്കടലിലാണ് മഹാനദി പതിക്കുന്നത്. അടുത്തത് കൃഷ്ണാനദി. കൃഷ്ണാനദിയുടെ ഉത്ഭവം മഹാബലേശ്വർ, മഹാരാഷ്ട്രയിലുള്ള മഹാബലേശ്വർ കുന്നുകളിലാണ് കൃഷ്ണാനദിയുടെ ഉത്ഭവം. ഏറ്റവും നീളം കൂടിയ രണ്ടാമത്തെ ഉപദ്വീപീയ നദിയാണ് കൃഷ്ണ, 1400 കിലോമീറ്റർ. അപ്പോൾ ഏറ്റവും നീളം കൂടിയ രണ്ടാമത്തെ ഉപദ്വീപീയ നദി ഏതാണ്? കൃഷ്ണ നദിയാണ് ഏറ്റവും നീളം കൂടിയ രണ്ടാമത്തെ ഉപദ്വീപീയ നദി. കൃഷ്ണാനദിയുടെ ഉത്ഭവം എവിടെയാണ്? മഹാരാഷ്ട്രയിലുള്ള മഹാബലേശ്വർ കുന്നുകളിലാണ് കൃഷ്ണാനദിയുടെ ഉത്ഭവം. ഏറ്റവും നീളം കൂടിയ രണ്ടാമത്തെ ഉപദ്വീപീയ നദിയാണ് കൃഷ്ണാനദി. കൃഷ്ണാനദി അറിയപ്പെടുന്ന പ്രധാന പേരുകളാണ് പാതാളഗംഗ, തെലുങ്കുഗംഗ, അർദ്ധഗംഗ. അപ്പോൾ കൃഷ്ണാനദിയുടെ മറ്റു പേരുകൾ എന്തൊക്കെയാണ്? പാതാളഗംഗ, തെലുങ്കുഗംഗ, അർദ്ധഗംഗ. എല്ലാം ഗംഗ കൂട്ടിയാണ് വന്നിരിക്കുന്നത്. പാതാളഗംഗ, തെലുങ്കുഗംഗ, അർദ്ധഗംഗ. കൃഷ്ണാനദിയുടെ പ്രധാന പോഷക നദിയാണ് തുംഗഭദ്ര, കൊയ്ന, ഭീമ, ഗൗഡപ്രഭ, മാലപ്രഭ, പഞ്ചഗംഗ, മുസി. അപ്പം കൃഷ്ണാനദിയുടെ പ്രധാന പോഷക നദികളാണ് തുംഗഭദ്ര, കൊയ്ന, ഭീമ, ഗൗഡപ്രഭ, മാലപ്രഭ, പാഞ്ചഗംഗ, മുസി. കൃഷ്ണാനദിയിൽ നിന്നും ചെന്നൈ നഗരത്തിലേക്ക് കുടിവെള്ളം എത്തിക്കാനുള്ള പദ്ധതിയാണ് തെലുങ്ക് ഗംഗ പദ്ധതി. അപ്പോൾ തെലുങ്ക് ഗംഗ പദ്ധതി എന്ന് പറഞ്ഞാൽ എന്താണ്? കൃഷ്ണാനദിയിൽ നിന്നും ചെന്നൈ നഗരത്തിലേക്ക് കുടിവെള്ളം എത്തിക്കാനുള്ള പദ്ധതിയാണ് തെലുങ്ക് ഗംഗ പദ്ധതി. കൃഷ്ണാനദിയിൽ നിന്നും ചെന്നൈ നഗരത്തിലേക്ക് കുടിവെള്ളം എത്തിക്കാനുള്ള പദ്ധതിയാണ് തെലുങ്ക് ഗംഗ പദ്ധതി. കൃഷ്ണാനദിയിൽ സ്ഥിതി ചെയ്യുന്ന പ്രധാന അണക്കെട്ടുകളാണ് നാഗാർജുന സാഗർ, അലമാട്ടി. പലതവണ PSC ആവർത്തിച്ച് ചോദിച്ചിട്ടുണ്ട്. കൃഷ്ണാനദിയിൽ സ്ഥിതി ചെയ്യുന്ന പ്രധാന അണക്കെട്ടുകൾ ഏതൊക്കെയാണ്? നാഗാർജുന സാഗർ, അലമാട്ടി അണക്കെട്ട് ഏത് നദിയിലാണ് സ്ഥിതി ചെയ്യുന്നത്? കൃഷ്ണാനദി. കൃഷ്ണാനദിയുടെ തീരത്തുള്ള ഏറ്റവും വലിയ പട്ടണമാണ് വിജയവാഡ. കൃഷ്ണാനദിയുടെ തീരത്തുള്ള ഏറ്റവും വലിയ പട്ടണം ഏതാണ്? വിജയവാഡ. കൃഷ്ണാനദി ഒഴുകുന്ന പ്രധാന സംസ്ഥാനങ്ങൾ മഹാരാഷ്ട്ര, കർണാടക, തെലങ്കാന, ആന്ധ്രാപ്രദേശ്. 4 സംസ്ഥാനങ്ങളിലൂടെ കൃഷ്ണാനദി ഒഴുകുന്നുണ്ട്. മഹാരാഷ്ട്ര, കർണാടക, തെലങ്കാന, ആന്ധ്രാപ്രദേശ് എന്നീ സംസ്ഥാനങ്ങളിലൂടെ കൃഷ്ണാനദി ഒഴുകുന്നു.
ഈ കൃഷ്ണ നദിയുടെ തീരത്താണ് മല്ലികാർജുന ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ മല്ലികാർജുന ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? കൃഷ്ണ നദിയുടെ തീരത്താണ്. അടുത്തത് കാവേരി. കാവേരി നദിയുടെ ഉത്ഭവസ്ഥാനം ബ്രഹ്മഗിരി കുന്നുകൾ, തലക്കാവേരി, കർണാടകത്തിലെ കുടക് ജില്ല. കർണാടകയിലെ കുടക് ജില്ലയിലുള്ള ബ്രഹ്മഗിരി കുന്നുകളിൽ നിന്നാണ് കാവേരി ഉത്ഭവിക്കുന്നത്. കാവേരി നദിയുടെ മറ്റൊരു പേര് ദക്ഷിണഗംഗ. ദക്ഷിണഗംഗ എന്നറിയപ്പെടുന്ന നദി ഏതാണ്? കാവേരി. കാവേരിയാണ് ദക്ഷിണഗംഗ എന്നറിയപ്പെടുന്ന നദി. ഇന്ത്യയിലെ ആദ്യത്തെ ഡാമായ ഗ്രാൻഡ് ഡാം സ്ഥിതി ചെയ്യുന്ന നദിയാണ് കാവേരി. ഇന്ത്യയിലെ ആദ്യത്തെ ഡാം ഏതാണ്? ഗ്രാൻഡ് ഡാം. ഗ്രാൻഡ് ഡാം സ്ഥിതി ചെയ്യുന്ന നദി ഏതാണ്? കാവേരി. കാവേരിയിലാണ് ഇന്ത്യയിലെ ആദ്യത്തെ ഡാം സ്ഥിതി ചെയ്യുന്നത്. കാവേരിയുടെ നീളം 800 കിലോമീറ്റർ. കാവേരിയുടെ നീളം എത്രയാണ്? 800 കിലോമീറ്റർ. 800 കിലോമീറ്ററാണ് കാവേരിയുടെ നീളം. ഹൊഗനക്കൽ വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്ന നദിയാണ് കാവേരി. അപ്പോൾ ഹൊഗനക്കൽ വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്ന നദി ഏതാണ്? കാവേരി. കാവേരിയാണ് ഹൊഗനക്കൽ വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്ന നദി. നയാഗ്ര ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്ന വെള്ളച്ചാട്ടമാണ് ഹൊഗനക്കൽ. അപ്പോൾ നയാഗ്ര ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്ന വെള്ളച്ചാട്ടം ഏതാണ്? ഹൊഗനക്കൽ. ഹൊഗനക്കൽ വെള്ളച്ചാട്ടമാണ് നയാഗ്ര ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്ന വെള്ളച്ചാട്ടം. കാവേരി നദിയുടെ പ്രധാന പോഷക നദികളാണ് അർക്കാവതി, ഹരംഗി, ലക്ഷ്മണതീർത്ഥ, ഭവാനി, അമരാവതി, കബനി, പാമ്പാർ. ഇതിലെ ഭവാനി, കബനി, പാമ്പാർ എന്നിവ പ്രത്യേകം പഠിച്ചുകൊള്ളുക. കാവേരി നദിയുടെ തീരത്തുള്ള പ്രധാന പട്ടണങ്ങളാണ് ഈറോഡ്, മേട്ടൂര്, ശ്രീരംഗപട്ടണം, തഞ്ചാവൂർ. കാവേരി നദിയുടെ തീരത്തുള്ള പ്രധാന പട്ടണങ്ങൾ ഏതൊക്കെയാണ്? ഈറോഡ്, മേട്ടൂര്, ശ്രീരംഗപട്ടണം, തഞ്ചാവൂർ. ഇന്ത്യയിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതിയായ ശിവാനസമുദ്രം പ്രൊജക്റ്റ് സ്ഥിതി ചെയ്യുന്ന നദിയാണ് കാവേരി. അപ്പോൾ ഇന്ത്യയിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി ഏതാണ്? ശിവാനസമുദ്രം. ഈ ശിവാനസമുദ്രം സ്ഥിതി ചെയ്യുന്ന നദി ഏതാണ്? കാവേരി. കാവേരി. ഇന്ത്യയുടെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതിയായ ശിവാനസമുദ്രം പ്രൊജക്റ്റ് സ്ഥിതി ചെയ്യുന്ന നദിയാണ് കാവേരി. കാവേരി നദീജല പ്രശ്നം നിലനിൽക്കുന്ന സംസ്ഥാനങ്ങളാണ് തമിഴ്നാട്, കർണാടക. അപ്പോൾ കാവേരി നദീജല പ്രശ്നം നിലനിൽക്കുന്ന സംസ്ഥാനങ്ങൾ ഏതൊക്കെയാണ്? തമിഴ്നാടും കർണാടകയും. കാവേരി നദീജല തർക്ക പരിഹാര ട്രൈബ്യൂണൽ നിലവിൽ വന്ന വർഷം 1990. 1990 കാവേരി നദീജല തർക്ക പരിഹാര ട്രൈബ്യൂണൽ നിലവിൽ വന്നത്. ബാംഗ്ലൂരു നഗരത്തിൽ കുടിവെള്ളം ലഭ്യമാക്കുന്ന കാവേരിയുടെ പോഷക നദിയാണ് അർക്കാവതി. അപ്പോൾ അർക്കാവതി നദിയാണ് ബാംഗ്ലൂർ നഗരത്തിൽ കുടിവെള്ളം ലഭ്യമാക്കുന്നത്. ഈ അർക്കാവതി നദി കാവേരി നദിയുടെ പോഷക നദിയാണ്. ബാംഗ്ലൂരു നഗരത്തിൽ കുടിവെള്ളം ലഭ്യമാക്കുന്ന കാവേരി നദിയുടെ പോഷക നദിയാണ് അർക്കാവതി. അർക്കാവതി. കേരളത്തിലൂടെ ഒഴുകുന്ന കാവേരിയുടെ പ്രധാന പോഷക നദികളാണ് ഭവാനി, പാമ്പാർ, കബനി. അപ്പോൾ കേരളത്തിലൂടെ ഒഴുകുന്ന കാവേരിയുടെ പ്രധാന പോഷക നദികളാണ് ഭവാനി, പാമ്പാർ, കബനി. കാവേരി നദിക്ക് കുറുകെ നിർമ്മിച്ചിരിക്കുന്ന കർണാടകയിലെ മൈസൂരിലെ ഡാമാണ് കൃഷ്ണരാജസാഗർ. അപ്പോൾ കൃഷ്ണരാജസാഗർ ഡാം സ്ഥിതി ചെയ്യുന്ന നദി ഏതാണ്? കാവേരി. കാവേരി. കാവേരി നദിയിൽ സ്ഥിതി ചെയ്യുന്ന പ്രധാനപ്പെട്ട ഒരു ഡാമാണ് കൃഷ്ണരാജസാഗർ. ഇത് കർണാടകയിലെ മൈസൂരിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. അടുത്തത് ഗോദാവരി. ഗോദാവരി നദിയുടെ ഉത്ഭവസ്ഥാനം നാസിക്കിലെ ത്രയംബക കുന്നുകൾ, മഹാരാഷ്ട്ര. അപ്പോൾ മഹാരാഷ്ട്രയിലെ നാസിക്കിലുള്ള ത്രയംബക കുന്നുകളിൽ നിന്നാണ് ഗോദാവരി നദി ഉത്ഭവിക്കുന്നത്. അപ്പോൾ ഗോദാവരിയുടെ ഉത്ഭവസ്ഥാനം എവിടെയാണ്? നാസിക്കിലെ ത്രയംബക കുന്നുകൾ, മഹാരാഷ്ട്ര. നാസിക് മഹാരാഷ്ട്രയിലാണ്. ദക്ഷിണേന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ നദിയാണ് ഗോദാവരി. അപ്പോൾ ദക്ഷിണേന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ നദി ഏതാണ്?
ഗോദാവരിയാണ് ദക്ഷിണേന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ നദി. 1465 കിലോമീറ്ററാണ് ഗോദാവരിയുടെ നീളം. പലതവണ ചോദിച്ചിട്ടുണ്ട്. ഗോദാവരിയുടെ നീളം എത്രയാണ്? 1465 കിലോമീറ്റർ. ദക്ഷിണേന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ നദി ഏതാണ്? ഗോദാവരിയുടെ നീളം എത്രയാണ്? 1465 കിലോമീറ്റർ. ഗോദാവരി ഉത്ഭവിക്കുന്നത് എവിടെ നിന്നാണ്? നാസിക്കിലെ ത്രയംബക് കുന്നുകൾ. ഏത് സംസ്ഥാനത്താണത്? മഹാരാഷ്ട്രയിലെ നാസിക്കിലെ ത്രയംബക് കുന്നുകളിൽ നിന്നാണ് ഗോദാവരി നദി ഉത്ഭവിക്കുന്നത്. ഉപദ്വീപീയ ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ നദി. വളരെ പ്രധാനപ്പെട്ട പോയിന്റ്. ഉപദ്വീപീയ നദി ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ നദി ഏതാണ്? ഗോദാവരി. ഉപദ്വീപീയ ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ നദി ഗോദാവരി. പൂർണ്ണമായും ഇന്ത്യയിലൂടെ ഒഴുകുന്ന ഏറ്റവും നീളം കൂടിയ നദിയാണ് ഗോദാവരി. അപ്പോൾ പൂർണ്ണമായും ഇന്ത്യയിലൂടെ ഒഴുകുന്ന ഏറ്റവും നീളം കൂടിയ നദി ഏതാണ്? ഗോദാവരിയാണ് പൂർണ്ണമായും ഇന്ത്യയിലൂടെ ഒഴുകുന്ന ഏറ്റവും നീളം കൂടിയ നദി. ഗോദാവരി നദിയുടെ മറ്റൊരു പേരാണ് വൃദ്ധഗംഗ. പലതവണ PSC ചോദിച്ചിട്ടുണ്ട്. വൃദ്ധഗംഗ എന്നും അറിയപ്പെടുന്ന നദി ഏതാണെന്നുള്ളത്. ഏതാണ്? അതെ, ഗോദാവരി നദിയുടെ മറ്റൊരു പേരാണ് വൃദ്ധഗംഗ. ഡെക്കാൻ പീഠഭൂമിയിലൂടെ ഒഴുകുന്ന ഏറ്റവും വലിയ നദി. അതെ, ഡെക്കാൻ പീഠഭൂമിയിലൂടെ ഒഴുകുന്ന ഏറ്റവും വലിയ നദി ഏതാണ്? ഗോദാവരിയാണ് ഡെക്കാൻ പീഠഭൂമിയിലൂടെ ഒഴുകുന്ന ഏറ്റവും വലിയ നദി. അപ്പോൾ ഗോദാവരി നദി അറിയപ്പെടുന്ന മറ്റൊരു പേരേതാണ്? വൃദ്ധഗംഗ. ഡെക്കാൻ പീഠഭൂമിയിലൂടെ ഒഴുകുന്ന ഏറ്റവും വലിയ നദി ഏതാണ്? ഗോദാവരിയുടെ പ്രധാന പോഷക നദികൾ ശബരി, പ്രാണഹിത, പൂർണ, ഇന്ദ്രാവതി, മഞ്ജീര. ശബരി, പ്രാണഹിത, പൂർണ, ഇന്ദ്രാവതി, മഞ്ജീര. ഗോദാവരി നദിയുടെ പ്രധാന പോഷക നദികളാണ് ശബരി, പ്രാണഹിത, പൂർണ, ഇന്ദ്രാവതി, മഞ്ജീര. ശബരി, പ്രാണഹിത, പൂർണ, ഇന്ദ്രാവതി, മഞ്ജീര എന്നിവയാണ് ഗോദാവരി നദിയുടെ പ്രധാന പോഷക നദികൾ. ഗോദാവരിയുടെ തീരത്തെ പ്രധാന പട്ടണങ്ങളാണ് നാസിക്, നിസാമാബാദ്, രാജമുന്ദ്രി. ഗോദാവരിയുടെ തീരത്തുള്ള പ്രധാന പട്ടണങ്ങൾ ഏതൊക്കെയാണ്? നാസിക്, നിസാമാബാദ്, രാജമുന്ദ്രി. അപ്പോൾ ഗോദാവരിയുടെ തീരത്തുള്ള പ്രധാന പട്ടണങ്ങളാണ് നാസിക്, നിസാമാബാദ്, രാജമുന്ദ്രി. ഗോദാവരി നദി അറിയപ്പെടുന്ന മറ്റൊരു പേരേതാണ്? വൃദ്ധഗംഗ. ഡെക്കാൻ പീഠഭൂമിയിലൂടെ ഒഴുകുന്ന ഏറ്റവും വലിയ നദി ഏതാണ്? ഗോദാവരിയുടെ പ്രധാന പോഷക നദികൾ ഏതൊക്കെയാണ്? ശബരി, പ്രാണഹിത, പൂർണ, ഇന്ദ്രാവതി, മഞ്ജീര. ഗോദാവരിയുടെ തീരത്തുള്ള പ്രധാന പട്ടണങ്ങൾ ഏതൊക്കെയാണ്? നാസിക്, നിസാമാബാദ്, രാജമുന്ദ്രി. ഉപദ്വീപീയ നദികൾ എന്ന വീഡിയോ ഇവിടെ അവസാനിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാർക്കായി ഷെയർ ചെയ്യുക, അഭിപ്രായങ്ങൾ കമൻറ്റുകളായി രേഖപ്പെടുത്തുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടെ ഒന്ന് പരിഗണിക്കുക. മറ്റൊരു നല്ല വീഡിയോയുമായി കാണും വരേക്കും ഗുഡ് ബൈ.